വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് കേന്ദ്ര സർക്കാർ അനുവദിക്കാൻ ഉദ്ദേശിക്കുന്ന വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് പല മടങ്ങായി തിരിച്ചടച്ചേ തീരുവെന്ന് കേന്ദ്ര സർക്കാർ വീണ്ടും അറിയിച്ചിരിക്കുകയാണ്. VGF-മായി ബന്ധപ്പെട്ടെടുത്ത തീരുമാനം പിൻവലിക്കണമെന്ന് അഭ്യർത്ഥിച്ച് നൽകിയ കത്തിന് മറുപടിയായി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ അയച്ച കത്തിലാണ് ഇതുള്ളത്. നാളിതുവരെ VGF ഗ്രാൻറ്റിൻ്റെ കാര്യത്തിൽ പുലർത്തി വന്ന നയമുണ്ട്. ആ നയത്തിൽ നിന്നുള്ള വ്യതിയാനമാണ് ഈ തീരുമാനം. VGF വിഭാവനം ചെയ്തിരിക്കുന്ന മാനദണ്ഡമനുസരിച്ച് അത് ഒറ്റത്തവണ ഗ്രാൻറ്റായാണ് നൽകുന്നത്, വായ്പയായി പരിഗണിക്കേണ്ടതല്ല. VGF സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും സംയുക്തമായി നൽകാൻ തീരുമാനിച്ചതാണ്. കേന്ദ്ര വിഹിതമാണ് 817,80,00,000 രൂപ. സംസ്ഥാന വീതം 817,20,00,000 രൂപ. ഈ വിഹിതം സംസ്ഥാനം നേരിട്ട് അദാനി പോർട്ട് കമ്പനിക്ക് നൽകും. കേന്ദ്രം നൽകുന്ന തുക വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ കമ്പനിക്ക് വിസിൽ ലാഭവിഹിതം ലഭിച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെ 20% വെച്ച് കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ നൽകണമെന്നതാണ് വ്യവസ്ഥ വെച്ചിരിക്കുന്നത്. അതിനർത്ഥം ഇപ്പോൾ നൽകുന്ന തുക 817,80,00,000 രൂപയാണെങ്കിൽ തിരിച്ചടവിൻ്റെ കാലയളവിൽ പലിശയിൽ വരുന്ന മാറ്റങ്ങളും തുറമുഖത്തിൽ നിന്നുള്ള വരുമാനവും പരിഗണിച്ചാൽ ഏതാണ്ട് 10,000-12,000 കോടി രൂപയായി തിരിച്ചടക്കണം എന്നാണ്. കേന്ദ്ര സർക്കാർ തങ്ങൾ നൽകിയ തുക സംസ്ഥാന സർക്കാർ നൽകിയ വായ്പയായി വ്യാഖ്യാനിക്കുകയും അതിൻ്റെ പലിശയടക്കമുള്ള തിരിച്ചടവ് സംസ്ഥാന സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെക്കുകയുമാണ് ചെയ്യുന്നത്. ഇത് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്ങിൻ്റെ യുക്തിയെ തന്നെ നിരാകരിക്കുന്നതാണ്. VGF ലഭ്യമാക്കുന്നതിനുള്ള കരാറുണ്ടാക്കുന്നത് കേന്ദ്ര സർക്കാരും അദാനി കമ്പനിയും തുക നൽകുന്ന ബാങ്കും തമ്മിലാണ്. എന്നാൽ തിരിച്ചടക്കാനുള്ള കരാർ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ വേണം എന്നാണ് വിചിത്രമായ നിബന്ധന. രാജ്യത്തിനാകെ ഗുണകരമായ ഒരു പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ എല്ലാ പിന്തുണയും നൽകുമ്പോഴാണ് സംസ്ഥാനത്തിനു മേൽ കേന്ദ്രം അമിതഭാരം അടിച്ചേൽപ്പിക്കുന്നത്. ഈ വിഷയത്തിലാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ കേന്ദ്ര ധനമന്ത്രിക്ക് കത്തെഴുതിയത്. എന്നാൽ മറുപടിയിൽ വിഴിഞ്ഞത്തിന് കേന്ദ്ര സർക്കാർ അനുവദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഗ്രാൻഡല്ല, വായ്പയാണെന്ന് വ്യക്തമാക്കുകയാണ്. വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അനുവദിച്ച ഒറ്റ പ്രോജക്റ്റിന് പോലും തിരിച്ചടവ് നിബന്ധന നാളിതുവരെ കേന്ദ്ര സർക്കാർ വെച്ചിരുന്നില്ല. കൊച്ചി മെട്രോയ്ക്ക് വേണ്ടി VGF അനുവദിച്ചപ്പോഴും തുക തിരികെ വേണമെന്ന് കേന്ദ്രം പറഞ്ഞിട്ടില്ല. കേരളത്തിന് മാത്രമായി തയ്യാറാക്കിയ പുതിയ മാനദണ്ഡം VGF-ൻ്റെ തന്നെ സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈനിന് വിരുദ്ധമാണ്. കമേഴ്ഷ്യൽ ഓപ്പറേഷൻ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വിഴിഞ്ഞത്ത് 70 കപ്പലുകൾ വന്നുപോയി. ഈ ഇനത്തിൽ മാത്രം 50 കോടി രൂപയ്ക്ക് മുകളിൽ GST കേന്ദ്ര സർക്കാരിന് ലഭിച്ചു. കമേഴ്ഷ്യൽ ഓപ്പറേഷൻ ആരംഭിച്ച് ഒരു വർഷത്തിനകം തന്നെ കേന്ദ്രം മുടക്കുന്ന VGF ഫണ്ട് GST വീതമായി കേന്ദ്ര സർക്കാരിലേക്ക് ലഭിക്കും. ഇങ്ങനെയുള്ളപ്പോഴാണ് പുതിയ സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. കേരളവും VGF ഗ്രാൻറ്റ് വിഴിഞ്ഞത്തിനായി നൽകുന്നുണ്ട്. അതിനു പുറമെ 4,777 കോടി 14 ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനും അനുബന്ധ സൗകര്യത്തിനുമായി മുടക്കുന്നത്. ബ്രേക്ക് വാട്ടറും ഹാർബർ നിർമ്മാണത്തിനുമായി
1726 കോടി 34 ലക്ഷം രൂപയും, ഭൂമി ഏറ്റെടുക്കാൻ 1115 കോടി 73 ലക്ഷം രൂപയും, വൈദ്യുതി, ജലസ്രോതസ്സുകൾ എന്നിവയുടെ നിർമ്മാണത്തിന് 76 കോടി 77 ലക്ഷം രൂപയും, സോഷ്യൽ വെൽഫെയറിനായി 123 കോടി 60 ലക്ഷം രൂപയും, കൺസൾട്ടൻസി, പ്രോജക്റ്റ് അഡ്മിനിസ്ട്രേഷൻ എന്നിവയ്ക്കായി 135 കോടിയും, നിർമ്മാണ ഘട്ടത്തിലെ പലിശക്കായി 278 കോടി 80 ലക്ഷം രൂപയും, റെയിൽ കണക്ടിവിറ്റിക്കായി 1213 കോടി 66 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ മുടക്കുന്നു. ഇത്രയും തുക സംസ്ഥാനം മുടക്കുന്നതുകൊണ്ടാണ് ലാഭവിഹിതം കേരളത്തിന് കൂടുതൽ ലഭിക്കുന്നത്. കേരളം VGF ഗ്രാൻറ്റ് നൽകുന്നത് വിഴിഞ്ഞത്തിൻ്റെ വികസനത്തിനു വേണ്ടി മാത്രമാണ്. തിരിച്ച് ലഭിക്കേണ്ടാത്ത തുകയായി തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ VGF വിഹിതത്തെ കേരളം കാണുന്നത്. എന്നാൽ കേന്ദ്രത്തിൻ്റെ VGF വിഹിതത്തിൽ ലാഭവിഹിതം വേണമെന്ന് കേന്ദ്രം ആവശ്യപ്പെടുകയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, നാളിതുവരെ തുറമുഖ നിർമ്മാണത്തിനായി തിരിച്ചടക്കേണ്ടാത്ത ഗ്രാൻറ്റായി നൽകുന്ന വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിൽ കേന്ദ്ര സർക്കാർ ലാഭവിഹിതം ചോദിക്കുന്നത് ഇതാദ്യമാണ്. തൂത്തുക്കുടി തുറമുഖത്തിൻ്റെ ഔട്ടർ ഹാർബർ പദ്ധതിക്ക് 1411 കോടി രൂപ VGF അനുവദിച്ചപ്പോൾ സമാനമായ നിബന്ധനകൾ ഉൾപ്പെടുത്തിയിരുന്നില്ല. തൂത്തുക്കുടി തുറമുഖത്തിന് നൽകിയ അതേ പരിഗണന വിഴിഞ്ഞത്തിന് നൽകണമെന്നതായിരുന്നു കേരളത്തിൻ്റെ ആവശ്യം. എന്നാൽ തൂത്തുക്കുടി തുറമുഖത്തെയും വിഴിഞ്ഞത്തെയും തമ്മിൽ താരതമ്യം ചെയ്യാൻ കഴിയില്ലെന്നാണ് പുതിയ വാദം. വളരെ മിതമായ വിലയിരുത്തലിൽ പോലും ഇന്ത്യ ഗവൺമെൻറ്റിന് പ്രതിവർഷം 6000 കോടി രൂപയുടെ അധിക വരുമാനം വിഴിഞ്ഞം തുറമുഖം വഴി ലഭിക്കും. എന്നിട്ടും സംസ്ഥാന സർക്കാരിന് മേൽ അധിക ബാധ്യത ചുമത്താനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. VGF തിരിച്ചടവ് വിഷയത്തിൽ കേന്ദ്ര സർക്കാർ പുതിയ നിലപാട് സ്വീകരിച്ചതോടെ ഇത്രയധികം തുക ഇനി കേരളം സ്വന്തം നിലയിൽ കണ്ടെത്തേണ്ട അവസ്ഥയാണ്. നിബന്ധന അംഗീകരിച്ചാൽ തുച്ഛമായ തുക മുടക്കുന്ന കേന്ദ്ര സർക്കാർ വലിയ ലാഭവിഹിതം പിടിച്ചടക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. കേന്ദ്ര സർക്കാർ തങ്ങളുടെ പകപോക്കൽ സമീപനം വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലും തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. ഒരു സഹകരണമോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സഹായമോ കിട്ടുന്നില്ല. പക്ഷേ പ്രതിപക്ഷം ഇപ്പോഴും പറയുന്നത് സർക്കാരുമായി ചേർന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രക്ഷോഭത്തിനില്ല എന്നുള്ളതാണ്. നമ്മളിനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ സമരപരിപാടികളെക്കുറിച്ചോ മറ്റോ ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കോടതി വഴി നമുക്കത് കിട്ടും എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. പ്രതിപക്ഷത്തിൻ്റെ സഹകരണം ഉണ്ടാവില്ല എന്നവർ പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യം. നമ്മളും ഒരു സംസ്ഥാനമാണല്ലോ. ഇതൊരു LDF UDF എന്ന തരത്തിലുള്ളൊരു വിഷയമല്ലല്ലോ. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവായ ഒരു വിഷയമാണ്. നമ്മളും ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ലഭ്യമാകുന്ന സഹായങ്ങൾ നമുക്കും ലഭ്യമാകേണ്ടതാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 ദശാബ്ദക്കാലത്തോളമുള്ള നമ്മുടെ അനുഭവമെടുത്താൽ ഒരു പ്രത്യേക രീതിയിൽ നമ്മളോട് സമീപനം സ്വീകരിക്കുന്നതായിട്ട് കാണാൻ നമുക്ക് സാധിക്കും. 2018 മഹാപ്രളയം ഉണ്ടായത്. നൂറ്റാണ്ടിലെ മഹാപ്രളയമായിരുന്നു. അപ്പോൾ എല്ലാ ഘട്ടത്തിലും ഈ സമീപനം തുടരുകയാണ്. നമ്മൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് സഹായം കൊടുക്കുന്നതിനൊന്നും എതിരല്ല. അത് കേന്ദ്രത്തിൻ്റെ ബാധ്യത തന്നെയാണ്. എന്നാൽ ആ കൂട്ടത്തിൽ നമുക്കും അർഹമായ സഹായം നൽകണ്ടേ? ഇപ്പോൾ ഇവിടെ നേരത്തെ പറയുമ്പോൾ ത്രിപുരയുടെ കാര്യം പറഞ്ഞല്ലോ, തെലുങ്കാനയുടെ കാര്യം പറഞ്ഞല്ലോ, ആന്ധ്രാപ്രദേശിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഉത്തരാഖണ്ഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ബീഹാറിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇതിലൊക്കെ
ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തമിഴ്നാടിൻ്റെ അനുഭവമുണ്ടല്ലോ. ഈ സംസ്ഥാനങ്ങൾക്കൊക്കെ സഹായം നൽകിയതിനെ നമ്മളൊരു തരത്തിലും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ നമ്മളും ഈ രാജ്യത്തിൻ്റെ ഭാഗമല്ലേ, ഈ രാജ്യത്തിൻ്റെ ഭാഗമായൊരു സംസ്ഥാനമല്ലേ. ആ സംസ്ഥാനത്തിന് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതൊരു പ്രത്യേകമായ വീക്ഷണകോണിലൂടെ മാത്രം കണ്ടാൽ മതിയോ? ആ ഒരു വീക്ഷണകോൺ ഇതിൽ കാണാൻ പറ്റുന്നില്ലേ? അങ്ങനെയാണ് ഒരു സംസ്ഥാനത്തെ സമീപിക്കേണ്ടത്. ഇതേവരെയുള്ള നമ്മുടെ അനുഭവം വളരെ കടുത്തതല്ലേ. പ്രളയത്തിൻ്റെ അനുഭവം നമുക്കുണ്ടായി, പിന്നീട് അനുഭവങ്ങളുണ്ടായി, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ അനുഭവം വന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് സഹായം നിഷേധിക്കുന്നത്? ഇവിടെയുള്ള ഈ സംസ്ഥാനങ്ങൾ തോറുമുണ്ടായ ദുരന്തങ്ങളെ താരതമ്യപ്പെടുത്തിയാൽ നമ്മളൊരു സഹായം അർഹിക്കുന്ന ദുരന്തമല്ല എന്ന നിലയുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതിയല്ലോ, നമുക്കത് ബോധ്യപ്പെടുമല്ലോ. നിങ്ങളെ ദുരന്തം അത്രത്തോളം വലുതല്ല, ഇവിടെയെല്ലാം നടന്നത് അതിനേക്കാളും വലുതാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിച്ചു കൊടുക്കാമല്ലോ. എല്ലാറ്റിനെയും ഒരു പ്രത്യേക വീക്ഷണകോണിൽ കൂടി കണ്ടാൽ മതിയോ? തങ്ങൾക്ക് താല്പര്യമില്ല എന്നൊരവസ്ഥ ഇതുപോലുള്ള കാര്യങ്ങൾ സ്വീകരിക്കാൻ പറ്റുമോ? നാടിൻ്റെ താല്പര്യമല്ലേ നോക്കേണ്ടത്. ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, നാടൊന്നാകെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ട് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന സഹായം നമുക്ക് ലഭിക്കുന്നില്ല? സഹായം LDFനല്ല കേട്ടോ. ഇപ്പോൾ LDF സർക്കാരാണുള്ളത് എന്ന് വെച്ച് സഹായം ലഭിക്കുന്ന നാട്ടിനാണ്, നാടിൻ്റെ കാര്യങ്ങൾക്കാണ്. ഇവിടെ സഹായം ലഭിച്ചാൽ ചെലവഴിക്കേണ്ടതും നാടിനു വേണ്ടിയാണ്, എല്ലാവർക്കും വേണ്ടിയാണ്. ആ ഒരു കാര്യത്തെ ആ നിലക്ക് കണ്ടുകൊണ്ട് ഇടപെടാൻ നമുക്ക് കഴിയണ്ടേ? ഈ പറഞ്ഞ പട്ടികയിൽ എന്ത് കുറവാണ് കേരളത്തിനുള്ളത്? മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ എന്ത് കുറവ്? അത് ചൂണ്ടിക്കാണിച്ചാൽ നമ്മളെന്തെങ്കിലും തിരുത്തേണ്ടതെങ്കിൽ തിരുത്താം. നമ്മളെന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ അതല്ലേ പറയേണ്ടത്. അതിന് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് ആളുകളുടെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുകയാണോ വേണ്ടത്? ഈ കാര്യത്തിൽ നമ്മുടെ നാടിന് ഒന്നാകെ നിൽക്കാൻ കഴിയണം. ഈ പറഞ്ഞ ത്രിപുര, തെലുങ്കാന, ഉത്തരാഖണ്ഡ്, ആന്ധ്രാപ്രദേശ്, ബീഹാർ, ഹിമാചൽ പ്രദേശ്, സിക്കിം, ഇവിടങ്ങളിലെല്ലാം ആസാം, ഇവിടങ്ങളിലെല്ലാം കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകതയുണ്ട് എന്ന് നമ്മൾ മറക്കരുത്. തമിഴ്നാട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആ പട്ടികയിലുണ്ട്. നമ്മൾ പൊതുവിൽ കാണേണ്ട ഒരു കാര്യം, നാടിൻ്റെ പ്രശ്നങ്ങൾക്ക് നമുക്ക് ഒന്നിച്ച് നിൽക്കാനാവണം, ഒന്നിച്ച് ശബ്ദമുയർത്താനാവണം, ഒന്നിച്ച് പ്രതികരിക്കാനാവണം. നാടിനെ അവഗണിക്കുകയാണ്, അതിൻ്റെ മുന്നിൽ കണ്ണടച്ചിരിക്കരുത്. ഈ പറഞ്ഞ പട്ടികയിലുള്ള സംസ്ഥാനങ്ങളിൽ എല്ലാവരും അതിനുവേണ്ടി ശബ്ദമുയർത്തും. അതാണൊരു പ്രത്യേകത. അവിടെ ഭരിക്കുന്ന കക്ഷി ചിലയിടത്ത് BJP ആയിരിക്കും, പക്ഷേ ചിലയിടത്ത് BJP ആയിരിക്കില്ല. എന്നാൽ അവിടങ്ങളിലുള്ള BJPയും ഈ കാര്യത്തിൽ സംസ്ഥാന താല്പര്യത്തോടൊപ്പം നിൽക്കും. അവിടെ ഭരണത്തിലുള്ളവരും ഭരണത്തിലില്ലാത്തവരും സംസ്ഥാന താല്പര്യത്തോടൊപ്പം നിൽക്കും. നമ്മൾ വളരെ സംസ്കാര സമ്പന്നരാണെന്ന് പറയുന്നുണ്ടല്ലോ, പൊതുബോധം വളരെ കൂടുതലുള്ളവരാണെന്നൊക്കെ നമ്മൾ അഹങ്കരിക്കാറുണ്ടല്ലോ. ഇതുപോലൊരു കാര്യത്തിൽ നമുക്ക് ഒന്നിച്ച് നിൽക്കാൻ കഴിയുന്നുണ്ടോ? ഇതുപോലൊരു കാര്യത്തിൽ നമ്മൾ ഒന്നിച്ച് നിൽക്കണ്ടേ? കേന്ദ്ര ഗവൺമെൻറ് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് സഹായങ്ങൾ നിഷേധിക്കുമ്പോൾ അതിനെ പിന്തുണക്കുന്ന നിലയാണോ ഇവിടെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് BJP സ്വീകരിക്കേണ്ടത്? അവർ ഈ നാട്ടിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ, കേന്ദ്ര ഭരണകക്ഷിയാണെങ്കിലും. ആ കേന്ദ്ര ഭരണകക്ഷിയോട് ഇവിടുത്തെ കാര്യങ്ങൾ ഉന്നയിക്കാൻ അവർക്ക് അവകാശമില്ലേ? ബാക്കി രണ്ട് കൂട്ടർ, UDFും LDFും, ഇവർക്ക് BJPക്ക് താല്പര്യമില്ലാത്ത കൂട്ടർ. നിർഭാഗ്യവശാൽ അവർക്കായിപ്പോയി കേരളത്തിലെ
ഭൂരിപക്ഷം ജനങ്ങളുടെ പിന്തുണ. അപ്പം അങ്ങനെ ഒരു നാടിന് ഒരു സഹായവും വേണ്ട എന്ന സമീപനമാണോ? അങ്ങനെയാണോ സ്വീകരിച്ചു പോകേണ്ടത്? ആ ഒരു ദുരുപദിഷ്ടമായ നിലപാട് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നുണ്ടോ മറ്റു പലതിൻ്റെയും പേരിൽ? ഇതാണ് നാം ഗൗരവമായി കാണേണ്ട കാര്യം. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ ഒരു നാടെന്ന നിലക്ക് ഒന്നിച്ച് ചോദ്യം ചെയ്യാൻ സന്നദ്ധമാവുക എന്നതാണ് വേണ്ടത്. അതാണ് എനിക്കതിൽ പറയാനുള്ളത്. ഈ കാര്യം വി മുരളീധരൻ വീണ്ടും ഈ കാര്യം കേന്ദ്രവുമായിട്ട് സംസാരിക്കാനുള്ള സാധ്യതയുണ്ടോ? അവർ ഈ മാനദണ്ഡങ്ങൾ അനുസരിച്ചല്ല നമ്മളിത് കൊടുക്കാൻ ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ ആന എന്നവരെ നേരിട്ട് ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇനി സാധ്യമാണോ? അല്ല, ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കേരളത്തിൽ വന്ന ഒരു മാറ്റം നമ്മളെല്ലാവരും കാണുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞതിൽ നിന്ന് വന്നിട്ടുള്ളൊരു മാറ്റമാണ്. ഈ കാര്യങ്ങളിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എല്ലാ എം പിമാരും, BJP ഇല്ല, എല്ലാ എം പിമാരും ഒന്നിച്ചാണ് പോയി കേന്ദ്രത്തെ സമീപിച്ചത്. അതൊരു നല്ല തുടക്കമാണ്, നല്ല നീക്കമാണ്. പക്ഷേ അതിനാണ് തീർത്തും തെറ്റായ മറുപടി നൽകിയത്. ആ മറുപടി വിശദമായി ഗണ്ണിച്ചുകൊണ്ട് തന്നെ കേന്ദ്രത്തെ ബന്ധപ്പെടും. കാരണം നമുക്ക് ബന്ധപ്പെടാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മളൊരു സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കല്ലേ. സംസ്ഥാനത്തിന് താല്പര്യം എപ്പോഴും കേന്ദ്രത്തിൻ്റെ മുന്നിൽ വെക്കണ്ടേ? അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അടുത്ത് നിങ്ങൾ സ്വീകരിച്ച സമീപനം ശരിയല്ല, ഇത് ഇന്ന കാരണങ്ങളാൽ തെറ്റാണ്, ഞങ്ങൾക്ക് സഹായം ലഭ്യമാകേണ്ടതാണ് എന്ന് തുടർന്നും ആവശ്യപ്പെടുന്ന നില സ്വീകരിക്കുക തന്നെ ചെയ്യും. CM ഈ സർവകക്ഷി യോഗത്തെ ചേർത്ത് വെച്ച് വായിക്കേണ്ട കാര്യമുണ്ടോ? അതായത് കേന്ദ്രത്തിന്റെ ഒരു സമീപനം എന്തായിരിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പാണോ വി മുരളീധരൻ നൽകാൻ ശ്രമിക്കുന്നത്? എന്താ പ്രസ്താവന? അതാണ് ഞാൻ പറഞ്ഞത്. അതെ 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 അല്ല, അതിനെയാണല്ലോ ദേശീയ തലത്തിൽ തന്നെ വലിയ ദുരന്തമായിട്ട് കണ്ടത്. പക്ഷേ ഇവിടെ ജീവിക്കുന്ന ഒരാൾക്ക് ഇവിടുത്തെ വികാരങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതിന് പകരം അതിനെ ലഘൂകരിക്കാനുള്ള ശ്രമമാണല്ലോ നടക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞൊരു ഭാഗം. അങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? ആ ഭാഗം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. CM ഈ സർവകക്ഷി യോഗം പോലുള്ള എന്തെങ്കിലും അടുത്ത ഇതിനെതിരെയുള്ളൊരു ചെറുത്തുനിൽപ്പ് വേണമല്ലോ എന്തായാലും, രാഷ്ട്രീയമായ ഒരു വിവേചനം. അതൊക്കെ പിന്നീടും ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. അതിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ആലോചിക്കാം. മറ്റൊരു കാര്യം, ഈ ഹൈക്കോടതിയിലെ വളരെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം കുറച്ചു കാലമായിട്ട് നമ്മൾ കാണുന്നതാണ്. അപ്പൊ അതേ രാഷ്ട്രീയത്തിന്റെ വാതിൽ ചെന്ന് വീണ്ടും മുട്ടിയിട്ട് കാര്യമുണ്ടോ, കോടതികൾ വഴി നീങ്ങുന്നതായിരിക്കും കൂടുതൽ ഉചിതം? അല്ല, നമുക്ക് എല്ലാ വഴികളും നമ്മൾ സ്വീകരിക്കണമല്ലോ. അതിലേറ്റവും പ്രധാനപ്പെട്ട മാർഗം ഒരു സർക്കാർ എന്ന നിലക്ക് കേന്ദ്ര സർക്കാരുമായി നിരന്തരം ബന്ധപ്പെടുക എന്നുള്ളത് തന്നെയാണ്. അവരുടെ മനോഭാവം ഇത് തന്നെയാണെന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് വെച്ച് ഇനി നിങ്ങളോട് ഇനിയും ഉണ്ടില്ല എന്ന നിലപാട് സംസ്ഥാന സർക്കാരിന് എടുക്കാൻ കഴിയില്ലല്ലോ. സംസ്ഥാന സർക്കാർ തുറന്നും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. മറ്റു കാര്യങ്ങൾ പിന്നീട് ആലോചിക്കുകയും ചെയ്യും. കോടതിയിൽ കൈകാര്യം ചെയ്ത വീഴ്ചയല്ല. കോടതിയിൽ കൈകാര്യം ചെയ്യുന്ന അഡ്വക്കറ്റിന് അപ്പോൾ കയ്യിലുള്ള വിവരങ്ങളാണല്ലോ പറയാൻ കഴിയുക. വിവിധ വകുപ്പുകളിൽ നിന്നും വിവിധ ജില്ലകളിൽ നിന്നും ശേഖരിച്ച് കൊടുക്കേണ്ട മറുപടി ഒറ്റ ക്ലിക്കിൽ കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല. അതിനാണ് കാലതാമസം വന്നത്. അതുകൊണ്ടാണ് സമയം ചോദിച്ചത്. തരില്ല എന്നല്ലല്ലോ പറഞ്ഞത്. ഇന്നെൻ്റെ കയ്യിലില്ല, ഇത്ര ദിവസം വേണം, കുറച്ച് ദിവസം വേണം, അതിനൊരു സാവകാശം വേണമെന്ന് മാത്രമാണ് പറഞ്ഞത്. അത് കൊടുക്കാൻ സർക്കാർ എപ്പോഴും ബാധ്യസ്ഥയല്ലേ. ഹൈക്കോടതിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് വന്നാൽ അത് കൊടുക്കാൻ എപ്പോഴും സർക്കാർ ബാധ്യസ്ഥമാണ്. അത് ചെയ്യുക തന്നെ ചെയ്യും. പകരുന്നല്ലേ കോടതിയുടെ ഈ നടപടികൾ, ഈ ഇത്തരം പ്രതികരണങ്ങൾ വരുമ്പോഴേ അതും ഒരു പൊതുബോധമായി മാറുകയാണല്ലോ. അങ്ങനെ കാണണ്ട. അത് നമ്മുടെ രണ്ട് തരത്തിലും ആകാം. ഇപ്പോൾ ഒന്ന്, വിവരങ്ങൾ അപ്പം തന്നെ കിട്ടണമെന്ന് കോടതി ആഗ്രഹിക്കുന്നു. വിവരങ്ങൾ കിട്ടാതിരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന കോടതിയുടെ ഭാഗമായിട്ടുള്ള ബഹുമാനായ ജസ്റ്റിസിന് പെട്ടെന്നുണ്ടാകുന്ന ഒരു വികാരത്തിൻ്റെ മേലെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഉടനെ നിങ്ങളത് നമ്മുടെ മാധ്യമങ്ങൾക്കൊരു നല്ല വാർത്ത കിട്ടിയെന്നുള്ള മട്ടിൽ അതൊരു വലിയ വലിയ വാർത്തയാക്കി മാറ്റുന്നു. യഥാർത്ഥത്തിൽ അവരെ ഉദ്ദേശിച്ചേ ഉണ്ടാവില്ല. അവർ കാര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി പറഞ്ഞ ഒരു കമൻറ്റ് മാത്രമായിരിക്കും. ആ നിലക്കായിരിക്കും അത് വന്നിട്ടുണ്ടാകുക. ആ നിലക്ക് അതിനെടുത്താൽ മതി. അതിനെതിരെ വ്യാപകമായ വിമർശനം പ്രതിപക്ഷത്തിന്റെ അടക്കം ഭാഗത്തു നിന്നുണ്ടാകുന്നു. കരാറിൽ നമ്മൾ അങ്ങോട്ട് പണം കൊടുക്കേണ്ടതില്ല, നമുക്ക്
ഇങ്ങോട്ടാണ് തരേണ്ടത് എന്ന് പറയുന്നത്. ഇതിനകത്ത് വസ്തുത എന്താണ്? എന്തിനാണ് നമ്മൾ അങ്ങോട്ട് പണം കൊടുക്കാതെ വരുന്നത്? സ്മാർട്ട് സിറ്റി ഒരു വിഷയമാണല്ലോ, അപ്പോൾ അതിൽ മറ്റെന്തെങ്കിലും ചോദ്യമുണ്ടോ അതുമായി ബന്ധപ്പെട്ടിട്ട്? ഇതിൻ്റെ കാര്യത്തിൽ ഈ ടീകോം പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ എന്ത് കാരണങ്ങളാണ് അവർ പറഞ്ഞത്? കാരണം അവരുടെ കമ്മിറ്റ്മെൻറ്റ് 10 കൊല്ലം കൊണ്ട് ഈ പദ്ധതി പൂർത്തിയാക്കണമെന്നായിരുന്നല്ലോ. അവരെന്ത് കാരണമാണ് ഈ സർക്കാർ നൽകിയ കത്തിൽ പറയുന്നത്? അതോടൊപ്പം തന്നെ ഈ ടീകോം ഇത്തരത്തിൽ ഒരു സുതാര്യമല്ലാത്തൊരു സമീപനം സ്വീകരിച്ചു എന്നുള്ള ആക്ഷേപങ്ങളുമുണ്ട്. കാരണം ഇത് വേണ്ടത്രൊരു അവർ ഇത് കാര്യങ്ങളെ ബോധ്യപ്പെടുത്തിയല്ല പിന്മാറുന്ന തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ഇത് ഇന്നത്തെ എന്താണ് പ്രതികരണം? അല്ല, അവിടെ ഒരു ചോദ്യം വന്നു. ടീകോമിന്റെ മുൻ സിഇഒയെ ഈ നഷ്ടപരിഹാരം കണ്ടെത്താനുള്ള വിദഗ്ധ സമിതി ബാധ്യതകൾ ഉൾപ്പെടുത്തിയതിനെ മുൻ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഈ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് മറിച്ചു കൊടുക്കാൻ പോകാനുള്ള ആശയമുണ്ട്. അവരാണ് തൊഴിൽ കൃത്യമായി നൽകാത്തതും കരാർ വ്യവസ്ഥ പാലിക്കാത്തതും. നമ്മൾ അവരുടെ നിന്നും പണം ഈടാക്കാതെ അങ്ങോട്ട് പ്രധാനപ്പെട്ട സിഎം ഇത് വയബിൾ അല്ല എന്നുള്ളത് കൊണ്ടാണോ ടീകോം പിന്മാറുന്നു എന്ന് പറയുന്നത്? അതുപോലെ തന്നെ ഈ കരാറിൽ അവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാനുള്ള വ്യവസ്ഥ ഉണ്ടെന്നും ഇല്ലെന്നുമുള്ള വാദങ്ങൾ ഉയർന്നിട്ടുണ്ട്. അതിൽ സർക്കാരിന് വ്യക്തതയുണ്ടോ? ശരി, ശരി, ആയില്ലേ? അപ്പം നമ്മൾ അല്ല, ടീകോമിൻ്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ എന്തെങ്കിലും വീഴ്ചയോ വിശ്വാസക്കുറവോ സർക്കാരിന് ബോധ്യപ്പെട്ടുകൊണ്ട് കൂടിയാണോ ഇങ്ങനെയൊരു നിലപാട്? ഇവിടെ ആദ്യമേ തന്നെ വ്യക്തമാക്കാനുള്ളത്, സ്മാർട്ട് സിറ്റി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ചില കാര്യങ്ങളുണ്ടായിരുന്നു. അത് ഒന്നും നിന്നുപോവില്ല എന്നുള്ളതാണ്. പല തരത്തിലുള്ള ഊഹാപോഹങ്ങളും പ്രചരിപ്പിക്കുന്ന അവസ്ഥ വരുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ ഭാവി വികസനത്തിൽ IT മേഖലയ്ക്ക് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുണ്ട്. അതിനുതകും വിധത്തിലുള്ള ഇടപെടലാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നഷ്ടപരിഹാരം കൊടുത്ത് പറഞ്ഞു വിടുക, അങ്ങനെയൊരു സമീപനമല്ല സർക്കാരിനുള്ളത്. ഇവിടെ നാം കാണേണ്ടത്, ഇതൊരു ഗവൺമെൻറ് ടു ഗവൺമെൻറ് സംവിധാനമാണ്. ഗവൺമെൻറ് ടു ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ മറുഭാഗത്തുള്ള ഗവൺമെൻറ് നമ്മുടെ മലയാളി സഹോദരങ്ങൾ ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന ഒരു പ്രദേശത്തെ ഗവൺമെൻറ്റാണ്. അപ്പോൾ അവരുമായി വല്ലാത്തൊരു മോശമായ ബന്ധമല്ല നമുക്ക് ഇതേവരെ ഉള്ളത്. അതേസമയം മലയാളികളോട് വൈകാരികമായി തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു ഭൂപ്രദേശവും ഗവൺമെൻറ്റുമാണ് UAE-യും UAE ഗവൺമെൻറ് വന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. UAE-യിലെയും കേരളത്തിലെയും സർക്കാരുകൾ ഇടപെട്ടുകൊണ്ടുള്ള വിവിധ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ നടന്നിട്ടുണ്ട്. അതിൻ്റെയെല്ലാം ഭാഗമായുള്ള, രണ്ട് ഗവൺമെൻറ്റുകളുടെയും സഹകരണത്തിൻ്റെ ഭാഗമായുള്ള ഒരു ഉൽപ്പന്നമാണ് ഈ സ്മാർട്ട് സിറ്റി കരാർ എന്നത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ സ്ഥലം നമ്മൾ ഏറ്റെടുക്കാനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്തരൊരു പിന്മാറ്റ നയം തയ്യാറാക്കുന്നതിന് ഒരു കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നു. അവരാണ് അതിൻ്റെ വിശദാംശങ്ങൾ തയ്യാറാക്കേണ്ടത്. ഭാവിയിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നെല്ലാമുള്ള കാര്യങ്ങൾ ആ കമ്മിറ്റിയുടെ കൂടി നിർദ്ദേശങ്ങൾ വന്നതിന് ശേഷം തീരുമാനിക്കാനുള്ള കാര്യമാണ്. കമ്മിറ്റിയുടെ ഒരു നിർദ്ദേശമായില്ല, കമ്മിറ്റി ആയതേ ഉള്ളൂ, അവർ പരിശോധിച്ച് വരികയാണ്. ആ പരിശോധനയ്ക്ക് ശേഷമാണ് ഈ പറയുന്ന അവരുടേതായ അഭിപ്രായങ്ങൾ രൂപീകരിക്കുക. സ്മാർട്ട് സിറ്റിയിൽ സാധാരണ നിലക്ക് ടീകോം അവർ വാങ്ങിയ ഓഹരി വില, അതാണ് സാധാരണ നിലക്ക് മടക്കി കൊടുക്കേണ്ടി വരിക. ഇത് തന്നെ ഇൻഡിപെൻഡൻറ്റ് ഇവാലുവേറ്റർ തീരുമാനിക്കുന്നതാണ്. അത് നഷ്ടപരിഹാരമല്ല. നഷ്ടപരിഹാരം എന്നൊരു വാക്ക് അവിടെ ഉപയോഗിക്കേണ്ടതായിട്ടില്ല. അത് സാധാരണ നിലക്ക് കരാറിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യമാണ്. ദുബായ് ഹോൾഡിങ്സ് 2017 ദുബായ്ക്ക് പുറത്തുള്ള ഓപ്പറേഷൻസ് നിർത്തുന്നതുമായി തീരുമാനം കൈക്കൊണ്ടു.
അതിൻ്റെ കൂടി ഫലമായാണ് നിലവിൽ ഈ ഒരു സാഹചര്യം സ്മാർട്ട് സിറ്റിക്ക് ഉണ്ടായത്. ഇതെല്ലാം ഈ രൂപീകരിച്ച കമ്മിറ്റി കണക്കിലെടുക്കുന്ന നിലയാണുണ്ടാവുക. ഇവിടെ ഒരു ചോദ്യം പ്രസക്തമായി വന്നല്ലോ, ഇത് പിന്നെ ഏതെങ്കിലും സ്വകാര്യ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ കൊടുക്കലാണോ എന്നൊക്കെയുള്ളത്. ഇവിടെ ഉദ്ദേശിക്കേണ്ടത് ഈ നമ്മളിത് ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായും ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ളതായിരിക്കും. ഗവൺമെൻറ് ഉടമസ്ഥതയിലൊരു പൊതുമേഖലാ സ്ഥാപനമായിട്ട് ഇത് നിലനിൽക്കും. ഒരു ജോയിൻറ്റ് വെഞ്ചറും അവിടെ ഉണ്ടാവില്ല. ഒരു കൂട്ടർക്കും ഇത് പതിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവർ പോയി വേറൊരു കൂട്ടർ ആ സ്ഥാനത്ത് വന്നിരിക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്ന കാര്യമല്ല. അങ്ങനെയൊരു കാര്യമേ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. ഒരു സ്വകാര്യ പങ്കാളിത്തവും അതിനകത്തുണ്ടാവില്ല. സർക്കാർ നിയന്ത്രണത്തിലാണ് എല്ലാ കാര്യങ്ങളും തുറന്നുള്ള വികസനങ്ങൾ നടക്കുക. എന്നാൽ നമുക്കറിയാമല്ലോ, ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ പാർക്കിൻ്റെ കാര്യമൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ. അതിനകത്ത് ഒരുപാട് സ്വകാര്യ കമ്പനികൾ വരും. അത് വേറെ. പാർക്ക് ഇതിൻ്റെ ഭാഗമായി ഗവൺമെൻറ് ഉടമസ്ഥതയിൽ തന്നെയാണ് നിൽക്കുക. സ്വകാര്യ സ്ഥാപനങ്ങൾ വന്നു എന്ന് വരാം, സ്വകാര്യ പദ്ധതികൾ വന്നു എന്ന് വരാം. അതിനൊക്കെ ആവശ്യമായ സൗകര്യങ്ങൾ സ്വാഭാവികമായും ചെയ്യും. ഇപ്പോൾ അവിടെ നിന്നടുത്ത് തന്നെ ഇൻഫോ പാർക്കിൽ ഇപ്പോൾ ധാരാളം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നില്ലേ. ടെക്നോ പാർക്കിൻ്റെ കാര്യം നമുക്കിവിടെ അറിയാവുന്നതല്ലേ. ഇപ്പോൾ 246 ഏക്കർ സർക്കാർ ഭൂമി പാട്ടത്തിന് നൽകിക്കൊണ്ടാണ് സ്മാർട്ട് സിറ്റി SPV രൂപീകരിച്ചത്. ഈ 246 ഏക്കർ ഭൂമി കേരളത്തിൻ്റെ IT വികസനത്തിന് ഫലപ്രദമായി ഉപയോഗിക്കാനാവും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോഴുള്ളൊരു പ്രത്യേകത നമ്മൾ കാണണം. ഇതിനടുത്താണല്ലോ ഇൻഫോ പാർക്ക്. ഇൻഫോ പാർക്കിൽ 99% സ്ഥലവും വിവിധ കമ്പനികൾ പ്രയോജനപ്പെടുത്തി വരികയാണ്. പുതിയ കമ്പനികൾ വരാൻ വലിയ താല്പര്യമുണ്ട്, പക്ഷേ സ്ഥലമില്ല. അപ്പോൾ അവിടെ കൊടുക്കാൻ പറ്റുന്നില്ല. സ്ഥലമില്ലാത്തത് വലിയ തടസ്സമായി പുതിയ കമ്പനികളുടെ വരവിന് മാറിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇൻഫോ പാർക്കിന് തൊട്ടടുത്തുള്ള 246 ഏക്കർ ഭൂമിയിലൂടെ കേരളത്തിൻ്റെ IT വികസനം കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിക്കാൻ നമുക്ക് കഴിയുമെന്നതാണ് കാണേണ്ടത്. അപ്പോൾ കൂടുതൽ കമ്പനികൾ കടന്നു വരുന്ന അവസ്ഥയും ഉണ്ടാകാം. അതുകൊണ്ടാണ് ഇത്തരമൊരു നയം സ്വീകരിക്കേണ്ടത്. പിന്നെ പിന്മാറ്റ കരാറിലേക്ക് എത്തിയത് എങ്ങനെ? സ്മാർട്ട് സിറ്റിയുടെ പ്രശ്നങ്ങളെക്കുറിച്ചും മുന്നോട്ട് പോക്ക് എങ്ങനെയാവണം എന്നതിനെ സംബന്ധിച്ചും പഠിച്ച് വ്യക്തമായ ശുപാർശ സമർപ്പിക്കുന്നതിന് ചീഫ് സെക്രട്ടറി തലത്തിൽ ധന, റവന്യൂ, നിയമ, IT സെക്രട്ടറിമാർ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കാനും അഡ്വക്കേറ്റ് ജനറലിൻ്റെ അഭിപ്രായം കണക്കിലെടുത്ത് വേണ്ട നടപടി സ്വീകരിക്കുവാനുമാണ് തീരുമാനമായത്. സ്മാർട്ട് സിറ്റി ഫ്രെയിംവർക്ക് എഗ്രിമെൻറ്റിലെ ക്ലോസ് 7.2.1 പ്രകാരം ടീകോമിന് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിന് പകരം ടീകോമുമായി ചർച്ച ചെയ്ത് പിന്മാറ്റ നയം സംബന്ധിച്ച് അവരുമായി ഒരു കരാറിൽ ഏർപ്പെടുന്നതിനാണ് അഡ്വക്കേറ്റ് ജനറൽ നിയമോപദേശത്തിന് ഊന്നൽ നൽകിയത്. അതനുസരിച്ച് കേരള സർക്കാരിനോ നോമിനിക്കോ ടീകോമിൻ്റെ ഓഹരികൾ വാങ്ങാനും കരാർ ബാധ്യതകളിൽ നിന്ന് അവരെ ഒഴിവാക്കാനും സാധിക്കും. ഇതിലാണ് ഞാൻ പറയുന്നത് കേരള സർക്കാർ തന്നെ വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. ഫ്രെയിംവർക്ക് കരാറിലെ ക്ലോസ് 7.2.2 പ്രകാരം ഇൻഡിപെൻഡൻറ്റ് ഇവാലുവേറ്ററെ നിയമിച്ച് ടീകോമിന് നൽകേണ്ടുന്ന ഓഹരി വില കണക്കാക്കാനും തീരുമാനിക്കുകയുണ്ടായി. ഈ നടപടിക്രമങ്ങളിൽ കൂടിയാണ് പിന്മാറ്റ കരാർ തയ്യാറാക്കുന്ന നിലയിലേക്ക് മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തത്. ഇവിടെ ഓഹരി വില അത് നഷ്ടപരിഹാര തുകയായി ചിത്രീകരിക്കുന്നൊരു നിലയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചില അഭിപ്രായങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ടീകോമിന് നൽകുന്നത് നഷ്ടപരിഹാരം എന്ന നിലക്കല്ല, ഇൻഡിപെൻഡൻറ്റ് വാല്യുവറാണ് ഈ തുക തീരുമാനിക്കുന്നത്. സ്മാർട്ട് സിറ്റിയിൽ ടീകോം വാങ്ങിയ 84% ഓഹരിയുടെ വിലയാണ് സംസ്ഥാനം തിരികെ വാങ്ങുന്നത്. ലീസ് റദ്ദാക്കുന്ന സാഹചര്യം വന്നാൽ ലീസ് പ്രീമിയം തുകയായ 91,52,00,000 രൂപയും അടിസ്ഥാന സൗകര്യത്തിനായി ചെലവഴിച്ച തുകയും
നൽകണമെന്നാണ് ഫ്രെയിംവർക്ക് എഗ്രിമെൻറ്റിലെ വ്യവസ്ഥ. ഇതെല്ലാം പരിഗണിച്ചാണ് കരാറിലെ ക്ലോസ് 7.2.2 പ്രകാരം ഇൻഡിപെൻഡൻറ്റ് ഇവാലുവേറ്ററെ നിയമിച്ച് ടീകോമിന് ഓഹരി വില നൽകുന്നത്. ഇതല്ലാതെ പദ്ധതി നടപ്പാക്കുന്നതിൽ ഏതെങ്കിലും ഭാഗത്ത് വീഴ്ചയുണ്ടായാൽ മധ്യസ്ഥ ചർച്ച വഴി പരിഹാരം കാണാനും ആർബിട്രേഷൻ നടപടികൾക്കും കരാറിൽ വ്യവസ്ഥയുണ്ട്. എന്നാൽ ആർബിട്രേഷൻ നടപടികളും നിയമത്തിൻ്റെ നൂലാമാലകളും ഒഴിവാക്കി എത്രയും വേഗം IT വികസനത്തിന് ഫലപ്രദമായി ഈ ഭൂമി വിനിയോഗിക്കുക എന്നതാണ് സർക്കാർ കാണുന്നത്. അതിനാണ് ഇത്തരമൊരു തീരുമാനമെടുത്തിട്ടുള്ളത്. ലീസ് റദ്ദാക്കുന്ന സാഹചര്യം വന്നാൽ ടീകോം ചെലവാക്കിയ ലീസ് പ്രീമിയം തുകയായ 91,52,00,000 രൂപയും അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ചെലവഴിച്ച തുകയും കണക്കാക്കി ഓഹരി വില നൽകാവുന്നതാണ് എന്ന് ഫ്രെയിംവർക്ക് കരാറിൻ്റെ 19-ാം പേജിൽ വ്യക്തമാക്കുന്നുണ്ട്. ആ ഫ്രെയിംവർക്ക് കരാറിൻ്റെ ഭാഗം എൻ്റെ അടുത്തുണ്ട്, ഞാനത് ഇവിടെ ഉദ്ധരിക്കുന്നില്ല, നിങ്ങൾക്കെല്ലാം കിട്ടുന്നതാണല്ലോ. ഇവിടെ പദ്ധതി വിജയകരമായി പൂർത്തീകരിച്ചില്ലെങ്കിൽ ടീകോമിന് തുക നൽകാൻ സർക്കാരിന് ബാധ്യതയില്ല എന്ന തരത്തിൽ ചില വാർത്തകൾ വരുന്നുണ്ട്. അത് ഈ വ്യവസ്ഥയനുസരിച്ച് അടിസ്ഥാനരഹിതമായിട്ടുള്ളതാണ്. ടീകോമിന് നഷ്ടപരിഹാരമല്ല നൽകുന്നത്. സ്മാർട്ട് സിറ്റിയിൽ ടീകോം നടത്തിയ നിക്ഷേപത്തിന് സ്വതന്ത്ര വിലയിരുത്തൽ പ്രകാരം മൂല്യനിർണ്ണയം നടത്തുകയും മടക്കി നൽകാൻ കഴിയുന്നത് സംബന്ധിച്ച ചർച്ചകൾ വഴി തീരുമാനമെടുക്കുകയും ചെയ്യും. ഇതാണ് ചെയ്യുന്നത്. ഇതാണതിൽ നമുക്ക് വ്യക്തതയുണ്ടാകേണ്ട കാര്യം. എന്തുകൊണ്ടാണ് ആർബിട്രേഷന് പോകാത്തത് എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. ഇവിടെ പദ്ധതി നടപ്പാക്കുന്നതിൽ ഏതെങ്കിലും ഭാഗത്ത് വീഴ്ചയുണ്ടായാൽ മധ്യസ്ഥ ചർച്ചകൾ മുഖേന പരിഹാരം കാണുന്നതിനും ആർബിട്രേഷൻ നടപടികൾക്കും കരാറിൽ വ്യവസ്ഥയുണ്ട്. എന്നാൽ ആർബിട്രേഷൻ നടപടികളും നിയമത്തിൻ്റെ നൂലാമാലകളും ഒഴിവാക്കി എത്രയും വേഗം ഭൂമി ഏറ്റെടുത്ത് IT വികസനത്തിന് ഫലപ്രദമായി ഉപയോഗിക്കുക എന്താണ് സർക്കാർ കാണുന്നത്. ആർബിട്രേഷൻ നടപടി എത്ര കാലം എടുക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണമൊക്കെ കൊച്ചിയിൽ തന്നെ ധാരാളം ഉണ്ടല്ലോ. ആർബിട്രേഷനിലേക്ക് പോയാൽ വർഷങ്ങളുടെ കാലതാമസം ഉണ്ടാകുമെന്നത് അത് സംസ്ഥാനത്തിൻ്റെ IT വികസനത്തിന് തടസ്സമായി വരും. ഈ ഭൂമിയിൽ IT വികസനം സാധ്യമാകാതെയുള്ള സാഹചര്യം ഒഴിവാക്കാനാണ് നാം ശ്രമിക്കുന്നത്. അപ്പോൾ തെറ്റിദ്ധാരണ ഇതിൽ പരത്താൻ ശ്രമിക്കരുത്. നാടിൻ്റെ ഭാവിക്ക് ആവശ്യമായൊരു കാര്യമാണ് എന്നത് നാം കാണണം. നമുക്ക് വിവാദങ്ങളിലാണ് നല്ല രസം സാധാരണ ഉണ്ടാകുക, പക്ഷേ ഇതൊരു നാടിൻ്റെ ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. IT-യുടെ വികസനത്തിന് കേരളത്തിന് ഒഴിച്ചുകൂടാത്തതാണ് ഭൂമി. അപ്പോൾ അത് ഫലപ്രദമായി ഉപയോഗിക്കുക എന്നതാണ് നാം കാണുന്നത്. ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഇത് മാറുക. സമയം കുറച്ച് അധികമായിപ്പോയി, മറ്റ് ചോദ്യങ്ങളെല്ലാം പിന്നീടാകാം. ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം.